ഈലന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ വിനീത്. യൂണിറ്റ് 2 ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. അതിൽ തന്നെ പെർമിറ്റ് എന്താണ്, ടെമ്പററി പെർമിറ്റ് എന്താണ്, സ്റ്റേജ് കാരേജ് എന്നാൽ എന്താണ്, കോൺട്രാക്ട് കാരേജ് എന്നാൽ എന്താണ്, എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട മോട്ടോർ വാഹന റെഗുലേഷൻസ് എന്ന് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു അധ്യായത്തിൽ നോക്കാൻ പോകുന്നത്. വളരെ ചെറിയൊരു യൂണിറ്റ് ആണ്, വളരെ പെട്ടെന്ന് തന്നെ കവർ ചെയ്ത് തീർക്കാൻ പറ്റുന്നതാണ്. എന്തൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് എന്ന് സമയം കളയാതെ തന്നെ നോക്കാം. നോക്കിക്കേ, ഡ്രൈവേഴ്സ് ബാഡ്ജ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻസ്. അപ്പോൾ ബാഡ്ജിനോടനുബന്ധിച്ച് ഉള്ള ചോദ്യങ്ങൾ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മോട്ടോർ വാഹന റെഗുലേഷൻസ്, ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. 2017 പ്രധാനപ്പെട്ട മോട്ടോർ വാഹന റെഗുലേഷൻസ്, അതുപോലെ തന്നെ ബാഡ്ജ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ ബാഡ്ജ് റിലേറ്റഡ് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കുവാൻ പോകുന്നത്. ആദ്യമായിട്ട് നോക്കിയേ, പബ്ലിക് സർവീസ് വെഹിക്കിൾ. എന്താണ് ഒരു പബ്ലിക് സർവീസ് വെഹിക്കിൾ അഥവാ പൊതുവാഹനം എന്നുള്ളത്? നോക്കിക്കേ, വാടകയോ പ്രതിഫലമോ ഈടാക്കി യാത്രക്കാരെ കൊണ്ടുപോകുന്നതിനായി ഉപയോഗിക്കുന്ന ഏതൊരു മോട്ടോർ വാഹനവും പബ്ലിക് സർവീസ് വാഹനങ്ങളിൽ പെടും. പൊതു സർവീസിന് വേണ്ടിയിട്ട്, പൊതു സേവനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാഹനങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. എന്താണ് ഒരു പബ്ലിക് സർവീസ് വാഹനം എന്ന് പറഞ്ഞാൽ? വാടകയോ പ്രതിഫലമോ ഈടാക്കി യാത്രക്കാരെ കൊണ്ടുപോകുന്നതിനായി ഉപയോഗിക്കുന്ന, വാടകയോ പ്രതിഫലമോ ഈടാക്കിക്കൊണ്ട് ഒരു യാത്രക്കാരൻ യാത്ര ചെയ്യുകയാണെങ്കിൽ അയാളുടെ കയ്യിൽ നിന്നും തക്കതായിട്ടുള്ള വാടക അല്ലെങ്കിൽ പ്രതിഫലം ഈടാക്കിക്കൊണ്ട് സർവീസ് നടത്തുന്ന വാഹനം, സേവനം നൽകുന്ന വാഹനത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പബ്ലിക് സർവീസ് വാഹനം എന്ന് പറയുന്നത്. ഉദാഹരണം നോക്കിക്കേ, മോട്ടോർ ക്യാബ്, മാക്സി ക്യാബ്, കോൺട്രാക്ട് കാരേജ് അല്ലെങ്കിൽ സ്റ്റേജ് കാരേജ്. ഇതെന്തൊക്കെയാണെന്ന് ഓരോന്നും നമ്മൾ എടുത്ത് പറയുന്നുണ്ട്. നോക്കാം ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്നുള്ളത്. നോക്കിക്കേ, ടൈപ്സ് ഓഫ് പബ്ലിക് സർവീസ് വെഹിക്കിൾ. പബ്ലിക് സർവീസ് വെഹിക്കിളിന്റെ വിവിധ തരങ്ങൾ. ഏതൊക്കെ തരത്തിലാണ് പബ്ലിക് സർവീസ് വാഹനങ്ങൾ ഉള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ പബ്ലിക് സർവീസ് വാഹനങ്ങളാണുള്ളത്? നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. മോട്ടോർ കാരേജ്, മാക്സി കാരേജ് അല്ലെങ്കിൽ മോട്ടോർ ക്യാബ്, മാക്സി ക്യാബ്, അതുപോലെ തന്നെ കോൺട്രാക്ട് കാരേജ്, സ്റ്റേജ് കാരേജ്. നോക്കിക്കേ, ആദ്യമായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് കോൺട്രാക്ട് കാരേജ് എന്നാൽ എന്ത് എന്നുള്ളതാണ്. കോൺട്രാക്റ്റിന് വാഹനം എടുത്തോടുന്നു, അല്ലെങ്കിൽ ഒരു വ്യവസ്ഥയ്ക്ക് ആനുപാതികമായിട്ട് വ്യവസ്ഥ പറഞ്ഞുകൊണ്ട് വാഹനം എടുത്തോടുന്നു. നോക്കിക്കേ, പ്രതിഫലമോ വാടകയോ വാങ്ങി യാത്രക്കാരെ കൊണ്ടുപോകുന്ന വാഹനങ്ങളെയാണ് നമ്മൾ കോൺട്രാക്ട് കാരേജ് എന്ന് പറയുന്നത്. ഓർത്തു വെച്ചോണേ, ഒന്നുകില്ലെങ്കിൽ വാടക അല്ലെങ്കിൽ പ്രതിഫലം. വാടകയ്ക്ക് എടുക്കുന്നു അല്ലെങ്കിൽ പ്രതിഫലം നൽകിക്കൊണ്ട് ഒരു വാഹനത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു? എടുക്കുന്നു. പ്രതിഫലം നൽകുമ്പോൾ ആ വാഹനത്തിന്റെ സർവീസിനാണ് നമ്മൾ പ്രതിഫലം നൽകുന്നത് അല്ലെങ്കിൽ വാടക നൽകുന്നത് ആ വാഹനത്തിന്റെ സർവീസിനാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തു വെക്കണം. അപ്പോൾ എന്താണ് ഒരു കോൺട്രാക്ട് കാരേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാടകയോ പ്രതിഫലമോ വാങ്ങി യാത്രക്കാരെ കൊണ്ടുപോകുന്ന വാഹനങ്ങളെ നമ്മൾക്ക് എന്തെന്ന് പറയാം? കോൺട്രാക്ട് കാരേജ് വെഹിക്കിൾസ് എന്ന് പറയാം. അടുത്ത നോക്കിക്കേ, മാക്സി ക്യാബ്. രണ്ടാമത്തത് മാക്സി ക്യാബ്. അത് ഓർത്ത് വെച്ചോണം. ഇതിന്റെ നമ്പർ ഓഫ് പാസഞ്ചേഴ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഡ്രൈവറെ കൂടാതെ 6 മുതൽ പരമാവധി 12 യാത്രക്കാരെ വരെ കൊണ്ടുപോകുവാൻ കഴിയുന്ന വാഹനത്തെ മാക്സി ക്യാബ് എന്ന് പറയുന്നു. അപ്പൊ മാക്സി ക്യാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡ്രൈവറെ കൂടാതെ 6 മുതൽ 12 വരെ യാത്രക്കാരെ കൊണ്ടുപോകാൻ കഴിയും. 6 മുതൽ 12 യാത്രക്കാരെ വരെ പരമാവധി കൊണ്ടുപോകാൻ കഴിയുന്ന വാഹനത്തെയാണ് എന്തെന്ന് പറയുന്നത്? മാക്സി ക്യാബ് എന്ന് പറയുന്നത്. ഈ മാക്സി ക്യാബ് എങ്ങനെ തന്നെയാണ്? ഒന്നുകില്ലെങ്കിൽ വാടക നൽകുന്നു, അല്ലെങ്കിൽ അതിന്റെ സർവീസിന് പ്രതിഫലം നൽകുന്നു. അപ്പൊ വാടകയ്ക്കോ പ്രതിഫലം നൽകിക്കൊണ്ടോ ഒരു വാഹനത്തെ വിളിക്കുന്നു. ഈ വാഹനത്തിൽ പരമാവധി 6 മുതൽ 12 വരെ യാത്രക്കാർക്ക് യാത്ര ചെയ്യുവാൻ കഴിയുമെങ്കിൽ ആ വാഹനത്തെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? മാക്സി ക്യാബ് എന്ന് വിളിക്കുന്നു. അപ്പൊ മാക്സി ആകുമ്പോൾ 6 മുതൽ 12 വരെ പാസഞ്ചേഴ്സ്, ഡ്രൈവറെ കൂടാതെ 6 മുതൽ 12 വരെ യാത്രക്കാർക്ക് യാത്ര ചെയ്യുവാൻ കഴിയുന്നു. അവരുടെ ആ യാത്രയ്ക്ക് എന്ത് ചെയ്യുന്നു? വാടകയോ പ്രതിഫലമോ നൽകുന്നു. വാഹനത്തിന്റെ സർവീസിന് വാടകയോ പ്രതിഫലമോ നൽകുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത്തരം വാഹനങ്ങളെ നമ്മൾക്ക് മാക്സി ക്യാബ് എന്ന് വിളിക്കാം. അടുത്ത പോയിന്റ് നോക്കിക്കേ, മോട്ടോർ ക്യാബ്. എന്താണ് മോട്ടോർ ക്യാബ്? മാക്സി ക്യാബിനകത്ത് 6 മുതൽ 12 വരെ യാത്രക്കാരെ പരമാവധി ഉൾക്കൊള്ളിക്കുവാൻ കഴിയുമെങ്കിൽ മോട്ടോർ ക്യാബിനകത്ത് പരമാവധി 6 പേരെ ഉൾക്കൊള്ളിക്കുവാൻ കഴിയും. ഡ്രൈവറെ കൂടാതെ പരമാവധി 6 യാത്രക്കാരുമായി പ്രതിഫലമോ വാടകയോ വാങ്ങി സർവീസ് നടത്തുന്ന വാഹനങ്ങളെ മോട്ടോർ ക്യാബുകൾ എന്ന് പറയുന്നു. അപ്പൊ മോട്ടോർ ക്യാബ്, മോട്ടോ എന്ന് പറയുമ്പോൾ 6ആണ്.
മോട്ടോർ ക്യാബ് എന്ന് പറയുമ്പോൾ പരമാവധി 6 യാത്രക്കാരെ മാത്രമേ കൊണ്ടുപോകാൻ കഴിയൂ. മാക്സി ക്യാബ് ആണെങ്കിലോ 6 മുതൽ 12 വരെ യാത്രക്കാരെ കൊണ്ടുപോകാൻ കഴിയും. ഈ വ്യത്യാസം കൃത്യമായിട്ട് ഓർത്തു വെച്ചോണം. രണ്ടിനും എന്തുണ്ട്? വാടകയോ അല്ലെങ്കിൽ പ്രതിഫലമുണ്ട്. വാടകയോ പ്രതിഫലമോ വാങ്ങിക്കൊണ്ട് പരമാവധി 6 യാത്രക്കാരെയുമായി സർവീസ് നടത്തുവാൻ കഴിയുന്ന വാഹനങ്ങളെ നമുക്ക് എന്തെന്ന് പറയാം? മോട്ടോർ ക്യാബ് എന്ന് പറയാം. വാടകയോ പ്രതിഫലമോ വാങ്ങിക്കൊണ്ട് പരമാവധി 6 മുതൽ 12 വരെ യാത്രക്കാരെ 6 മുതൽ പരമാവധി 12 വരെ യാത്രക്കാരുമായി സർവീസ് നടത്തുവാൻ കഴിയുന്ന വാഹനങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മാക്സി ക്യാബ് എന്ന് പറയുന്നത്. കോൺട്രാക്ട് കാരേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാടകയോ പ്രതിഫലമോ വാങ്ങിക്കൊണ്ട് സർവീസ് നടത്തുന്നു. അത് മാക്സി ക്യാബ് ആയാലും മോട്ടോർ ക്യാബ് ആയാലും ഒന്ന് തന്നെയാണ്. നോക്കിയേ, അടുത്തത് സ്റ്റേജ് കാരേജ്. വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. നമ്മുടെ നാട്ടിലൂടെ ഓടുന്ന ബസ്സുകളൊക്കെയാണ് ഇതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റേജ് ക്യാരേജ് എന്താണ്? സ്റ്റേജ് വിവിധങ്ങളായിട്ടുള്ള ഒരു യാത്ര കാണും, അല്ലെങ്കിൽ യാത്രയുടെ വിവിധ ഘട്ടങ്ങൾ കാണും. ഈ വിവിധ ഘട്ടങ്ങളിലായിട്ട് സർവീസിന് പേയ്മെന്റ് ഈടാക്കിക്കൊണ്ട് സർവീസ് നടത്തുന്ന വാഹനങ്ങളെയാണ് സ്റ്റേജ് ക്യാരേജ് എന്ന് പറയുന്നത്. നോക്കിക്കേ, ഒരു മുഴുവൻ യാത്രയ്ക്കായോ യാത്രയുടെ വിവിധ ഘട്ടങ്ങളിലായോ പ്രതിഫലം പ്രത്യേകം ഈടാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ വാടകയ്ക്കോ സർവീസ് നടത്തുന്ന വാഹനങ്ങളാണ് സ്റ്റേജ് ക്യാരേജ് എന്ന് പറയുന്നത്. ഡ്രൈവറെ കൂടാതെ 6-ലധികം യാത്രക്കാർക്ക് സഞ്ചരിക്കുവാൻ അനുയോജ്യം. അപ്പൊ ഡ്രൈവറെ കൂടാതെ 6-ലധികം യാത്രക്കാർക്ക് സഞ്ചരിക്കുവാൻ അനുയോജ്യമായിട്ടുള്ള വാഹനങ്ങളാണ് എന്തെന്ന് പറയുന്നത്? സ്റ്റേജ് ക്യാരേജ് എന്ന് പറയുന്നത്. ഉദാഹരണം നോക്കിക്കേ, ഇത് ഒരു പോയിന്റ് ആണ് എ. ഈ യാത്രയുടെ അവസാന പോയിന്റ് ആണ് ഡി എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? യാത്ര ആരംഭിക്കുന്ന പോയിന്റ് എ, യാത്ര അവസാനിക്കുന്ന പോയിന്റ് ആണ് ഡി എന്ന് പറയുന്നത്. ഇതിന്റെ ഇടയിൽ ഓരോരോ സ്റ്റോപ്പുകൾ കാണും. ബി എന്ന് പറയുന്ന ഒരു സ്റ്റോപ്പ് കാണും, സി എന്ന് പറയുന്ന ഒരു സ്റ്റോപ്പ് കാണും, ഇ എന്ന് പറയുന്ന ഒരു സ്റ്റോപ്പ് കാണും. എയിൽ നിന്ന് ഡിയിലേക്ക് ഒരു പാസഞ്ചർ പോകാനുണ്ടാകും. അയാളുടെ കയ്യിൽ നിന്ന് എത്രയാണോ ചാർജ് എന്ന് വെച്ചാൽ അത് ഈടാക്കും. ചില പാസഞ്ചേഴ്സ് എയിൽ നിന്ന് കയറി ബിയിൽ ഇറങ്ങും, ചില പാസഞ്ചേഴ്സ് എയിൽ നിന്ന് കയറി സിയിൽ ഇറങ്ങും, ചില പാസഞ്ചേഴ്സ് ബിയിൽ നിന്ന് കയറി സിയിൽ ഇറങ്ങും, ചില പാസഞ്ചേഴ്സ് ബിയിൽ നിന്ന് കയറി ഇയിൽ ഇറങ്ങും, ചിലര് സിയിൽ നിന്ന് കയറി ഡിയിൽ ഇറങ്ങും. ഇങ്ങനെ ഒരു മുഴുവൻ യാത്രയ്ക്കോ അല്ലെങ്കിൽ യാത്രയുടെ വിവിധ ഘട്ടങ്ങളിലായിട്ടോ സർവീസ് നടത്തുന്ന അല്ലെങ്കിൽ നടത്തുന്ന സർവീസിന് പ്രതിഫലം വാങ്ങിക്കുന്ന വാഹനങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്റ്റേജ് ക്യാരേജ് എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ഓർത്തു വെക്കാൻ കഴിയുന്നതാണ് നമ്മുടെ നാട്ടിലൂടെ നടത്തുന്ന സർവീസ് നടത്തുന്ന ബസ്സുകൾ. അത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഉദാഹരണങ്ങളാണ്. അപ്പോൾ സ്റ്റേജ് ക്യാരേജ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു മുഴുവൻ യാത്രയ്ക്കായോ യാത്രയുടെ വിവിധ ഘട്ടങ്ങളിലായോ പ്രതിഫലം പ്രത്യേകം ഈടാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ വാടകയ്ക്കോ സർവീസ് നടത്തുന്ന വാഹനങ്ങൾ. ഇത്തരം വാഹനങ്ങളിൽ ഡ്രൈവറെ കൂടാതെ 6-ലധികം യാത്രക്കാർക്ക് സഞ്ചരിക്കുവാൻ കഴിയും. അടുത്ത പോയിന്റ് നോക്കിക്കേ. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് പെർമിറ്റ് എന്ന് പറയുന്നത്. എന്താണ് പെർമിറ്റ്? പെർമിറ്റ് എന്ന് വെച്ചാൽ പെർമിഷൻ നൽകുന്ന, അനുവാദം നൽകുന്ന ഡോക്യുമെന്റിനെയാണ്. പെർമിഷൻ നൽകുന്നത് എന്താണോ അതിനെയാണ് നമ്മൾ പെർമിറ്റ് എന്ന് പറയുന്നത്. അനുമതി പത്രം എന്ന് പറയും. അതായത് നിങ്ങളുടെ വാഹനവുമായിട്ട് നിങ്ങൾക്ക് റോഡിൽ ഇറങ്ങണമെങ്കിൽ എന്ത് വേണം? സർക്കാർ അംഗീകൃത ഏജൻസികൾ നൽകുന്ന അനുമതി പത്രം ആവശ്യമാണ്. നമ്മുടെ നാട്ടിലെ സർക്കാർ അംഗീകൃത ഏജൻസി എന്ന് വെച്ചാൽ ഏതാണ്? RTOകളാണ്. സംസ്ഥാന റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റികളാണ് നമ്മൾക്ക് പെർമിറ്റ് നൽകുന്നത് അല്ലെങ്കിൽ ഈ അനുമതി പത്രം നൽകുന്നത്. ഈ അനുമതി പത്രവുമായിട്ട് മാത്രമേ നമുക്ക് റോഡിലൂടെ സർവീസ് നടത്തുവാൻ സാധിക്കൂ. പ്രത്യേകിച്ച് ട്രാൻസ്പോർട്ട് സർവീസ് നടത്തുന്ന വാഹനങ്ങളാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അനുമതി പത്രം ആവശ്യമാണ്. ഗുഡ്സ് ക്യാരേജ് വാഹനങ്ങളാണെങ്കിൽ നിർബന്ധമായിട്ടും അനുമതി പത്രം അഥവാ പെർമിറ്റ് ആവശ്യമാണ്. നമ്മൾ പഠിക്കാൻ പോകുന്നു എന്താണ് പെർമിറ്റ് എന്നുള്ളതിനെ പറ്റിയിട്ട്. മോട്ടോർ വാഹനം പൊതുനിരത്തിൽ ഓടിക്കുന്നതിന് സർക്കാർ നൽകുന്ന അനുമതി പത്രത്തെ പെർമിറ്റ് എന്ന് വിളിക്കുന്നു. അപ്പൊ പെർമിറ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞു, ഒരു മോട്ടോർ വാഹനം റോഡിൽ ഓടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതി പത്രമാണ്. ആര് നൽകുന്ന അനുമതി പത്രം? സർക്കാർ നൽകുന്ന അനുമതി പത്രം. സർക്കാർ അല്ലെങ്കിൽ സർക്കാർ അംഗീകൃത ഏജൻസികൾ നൽകുന്ന അനുമതി പത്രത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പെർമിറ്റ് എന്ന് വിളിക്കുന്നത്. അടുത്ത പോയിന്റ് നോക്കിയേ. ഇത് വാഹനത്തിന്റെ തരം, ഉപയോഗം, സഞ്ചരിക്കുവാൻ കഴിയുന്ന പ്രദേശം എന്നിവയെ നിയന്ത്രിക്കുന്നു. പെർമിറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് എല്ലായിടത്തും വാഹനം ഓടിക്കുവാൻ സാധിക്കുമോ? എല്ലാ വാഹനവും ഓടിക്കുവാൻ സാധിക്കുമോ? ഇല്ല. പെർമിറ്റിൽ പറഞ്ഞിരിക്കുന്ന വാഹനത്തിന്റെ തരം, ഏത് തരം വാഹനമാണ് ഓടിക്കുവാൻ പോകുന്നത് എന്ന് കൃത്യമായി പെർമിറ്റിൽ പറഞ്ഞിട്ടുണ്ടാകും.
അതുപോലെ തന്നെ വാഹനത്തിന്റെ ഉപയോഗം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇനി ഏത് പ്രദേശം അല്ലെങ്കിൽ റൂട്ട് ഏതാണെന്ന് കൃത്യമായിട്ട് പെർമിറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഉദാഹരണത്തിന് ഈ കൊണ്ടുപോകുന്ന വാഹനം സ്റ്റേജ് ക്യാരേജ് ആണോ, കോൺട്രാക്ട് ക്യാരേജ് ആണോ, മാക്സി ക്യാബ് ആണോ, മോട്ടോർ ക്യാബ് ആണോ എന്നുള്ളത് കൃത്യമായി ആ പെർമിറ്റിൽ മെൻഷൻ ചെയ്തിരിക്കും. വാഹനത്തിന്റെ തരമാണിത്, ഏത് തരം വാഹനമാണെന്ന് കൃത്യമായിട്ട് പെർമിറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അടുത്ത എന്താണ് പറഞ്ഞത്? വാഹനത്തിന്റെ ഉപയോഗം. ഇത് പാസഞ്ചർ കാറ്റഗറി വാഹനമാണോ, ഗുഡ്സ് കാറ്റഗറി വാഹനമാണോ, അതോ ഇനി മറ്റെന്തെങ്കിലും മനുഷ്യന്റെ ജീവന് ഹാനികരമായതോ അപകടകരമായതോ ആയ ചരക്കുകൾ വഹിച്ചു കൊണ്ടുപോകുന്ന വാഹനമാണോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കും. അടുത്ത എന്താണ്? സഞ്ചരിക്കുവാൻ കഴിയുന്ന പ്രദേശം, അതായത് വാഹനത്തിന്റെ റൂട്ട് കൃത്യമായിട്ട് പറഞ്ഞിരിക്കും. അപ്പോൾ ഒരു പെർമിറ്റില് അടിസ്ഥാനപരമായിട്ട് എന്തൊക്കെ വിവരങ്ങളായിരിക്കും മെൻഷൻ ചെയ്തിരിക്കുന്നത്? വാഹനത്തിന്റെ തരം, ക്ലാസ് ഏതാണെന്ന് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കും. എന്താണ് ഈ വാഹനത്തിന്റെ ഉപയോഗം എന്ന് കൃത്യമായിട്ട് പറഞ്ഞിരിക്കും. അതുപോലെ തന്നെ ഈ പെർമിറ്റിൽ കൃത്യമായിട്ട് വാഹനം സർവീസ് നടത്തേണ്ടുന്ന റൂട്ടിനെ പറ്റിയും മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. അടുത്ത പോയിന്റ് നോക്കിക്കേ. പൊതുഗതാഗതത്തിനോ വാണിജ്യപരമായോ ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്കാണ് സാധാരണയായി പെർമിറ്റ് ആവശ്യമായിട്ട് വരുന്നത്. അപ്പൊ ആർക്കാണ് പെർമിറ്റ് നൽകുന്നത് അല്ലെ പെർമിറ്റ് ആവശ്യമുള്ളത്? ഒന്നില്ലെങ്കിൽ പൊതുഗതാഗതമായിരിക്കണം, അല്ലെങ്കിൽ വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാഹനങ്ങളായിരിക്കണം. അവർക്ക് എന്ത് നൽകുന്നു? പെർമിറ്റ് നൽകാറുണ്ട്. നോക്കിയേ, ടാക്സികൾ, ബസ്സുകൾ, ട്രക്കുകൾ തുടങ്ങിയവ ഇതിൽപ്പെടുന്നു. അപ്പൊ ടാക്സികൾക്ക്, ബസ്സുകൾക്ക്, ട്രക്കുകൾക്ക് തുടങ്ങിയവർക്ക് എക്സെട്ര അങ്ങോട്ട് പോകും. അങ്ങനെയുള്ള വാഹനങ്ങൾക്ക് സാധാരണഗതിയിൽ എന്ത് ചെയ്യുന്നു? പെർമിറ്റ് നൽകാറുണ്ട്. സ്വകാര്യ വാഹനങ്ങൾക്കും ചില സാഹചര്യങ്ങളിൽ പെർമിറ്റ് നൽകാറുണ്ട്. അപ്പൊ ഈ ഒരു പോയിന്റ് കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്കണം. ചുവടെ പറയുന്ന വാക്യങ്ങളിൽ ശരിയായവ കണ്ടെത്തുക. അപ്പോൾ അങ്ങനെ 1-2 പോയിന്റുകൾ തന്നിട്ട് സ്വകാര്യ വാഹനങ്ങൾക്ക് പെർമിറ്റ് നൽകാറുണ്ട്. സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾക്കൊക്കെ ഓരോ ബൈക്കോ അല്ലെങ്കിൽ കാറോ കാണും, നമ്മളൊന്നും അതിന് പെർമിറ്റ് എടുക്കാറില്ലല്ലോ എന്നുള്ളതാണ്. പക്ഷേ സ്വകാര്യ വാഹനങ്ങൾക്കും പെർമിറ്റ് നൽകാറുണ്ട്. എന്തിനാണെന്നല്ലേ? ഗവൺമെന്റ് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുള്ള ചില പ്രത്യേക പ്രദേശങ്ങളിലേക്ക്, നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ള ചില പ്രത്യേക പ്രദേശങ്ങളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ സർക്കാരിന്റെ അല്ലെങ്കിൽ ആ പ്രദേശത്തെ അതോറിറ്റിയുടെ അനുമതി പത്രം, പെർമിറ്റ് ആവശ്യമാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ സ്വകാര്യ വാഹനവുമായി പോകുന്ന സമയങ്ങളിൽ ആ പ്രദേശത്തുള്ള അതോറിറ്റിയുടെ പെർമിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ആ പ്രദേശത്തേക്ക് പ്രവേശിക്കുവാൻ സാധിക്കൂ. അപ്പോൾ സ്വകാര്യ വാഹനങ്ങൾക്കും ചില പ്രത്യേക സന്ദർഭങ്ങളിൽ പെർമിറ്റ് അനുവദിക്കാറുണ്ട്. ആ പോയിന്റ് കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കണം. എൻ്റെ കയ്യിൽ ബൈക്കുണ്ട്, എൻ്റെ കയ്യിൽ കാറുണ്ട്, ഞാൻ പെർമിറ്റ് എടുത്തിട്ടില്ലല്ലോ എന്നുള്ള പോയിന്റ് അവിടെ വാലിഡ് അല്ല. ചില പ്രത്യേക പ്രദേശങ്ങളിൽ പ്രവേശിക്കുന്നതിന് സ്വകാര്യ വാഹനങ്ങൾക്കും പെർമിറ്റ് നൽകാറുണ്ട്. അടുത്ത പോയിന്റ് നോക്കിക്കേ, കോൺട്രാക്ട് ക്യാരേജ് പെർമിറ്റ്. അപ്പൊ നമ്മൾ പെർമിറ്റിനെ പറ്റിയിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ആദ്യത്തെ പെർമിറ്റ് നമ്മൾ നോക്കാൻ പോവുകയാണ്, കോൺട്രാക്ട് ക്യാരേജ് പെർമിറ്റ്. മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 73 അനുസരിച്ച് കോൺട്രാക്ട് ക്യാരേജ് പെർമിറ്റിന് അപേക്ഷിക്കാവുന്നതാണ്. ആദ്യത്തെ പോയിന്റ് വളരെ പ്രധാനപ്പെട്ട പോയിന്റ്. രണ്ടാമത്തെ യൂണിറ്റിൽ നിന്ന് ചോദിക്കുവാൻ സാധ്യതയുള്ള ചോദ്യങ്ങളിൽ ഒന്നാണത്. കോൺട്രാക്ട് ക്യാരേജിന് പെർമിറ്റ് നൽകുന്നത് അല്ലെങ്കിൽ കോൺട്രാക്ട് ക്യാരേജ് പെർമിറ്റിന് അപേക്ഷിക്കുന്നത് ഏത് നിയമം അനുസരിച്ചാണ്? മോട്ടോർ വാഹന നിയമത്തിലെ MV ആക്ടിലെ സെക്ഷൻ 73 അനുസരിച്ച്, മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ സെക്ഷൻ 73 അനുസരിച്ച് കോൺട്രാക്ട് ക്യാരേജ് പെർമിറ്റിന് അപേക്ഷിക്കാവുന്നതാണ്. അപ്പൊ കോൺട്രാക്ട് ക്യാരേജ് പെർമിറ്റിന് അപേക്ഷിക്കുവാൻ സാധിക്കുന്നത് ഏത് നിയമപ്രകാരമാണെന്ന് ചോദിച്ചാൽ MV ആക്ടിലെ, മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ സെക്ഷൻ 73 പ്രകാരമാണ്. അടുത്ത പോയിന്റ് ഒന്ന് ശ്രദ്ധിച്ചോണേ. മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 74 അനുസരിച്ച്, മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 74 അനുസരിച്ച് കോൺട്രാക്ട് ക്യാരേജ് പെർമിറ്റ് അനുവദിക്കുന്നു. കണ്ടോ? ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടത്. നമ്മൾ അപ്ലൈ ചെയ്യുമെങ്കിൽ 73 ആണ് മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ സെക്ഷൻ എന്ന് പറയുന്നത്. അതായത് മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ സെക്ഷൻ 73 പ്രകാരമാണ് നമ്മൾ എന്തു ചെയ്യുന്നത്? അപേക്ഷിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട് അപേക്ഷിക്കുന്നു? കോൺട്രാക്ട് ക്യാരേജ് പെർമിറ്റിന് വേണ്ടിയിട്ട് അപേക്ഷിക്കുന്നത്. മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ സെക്ഷൻ 73 പ്രകാരം കോൺട്രാക്ട് ക്യാരേജ് പെർമിറ്റിന് വേണ്ടിയിട്ട് അപേക്ഷിക്കുന്നുവെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ സെക്ഷൻ 74 പ്രകാരം, മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ സെക്ഷൻ 74 പ്രകാരം നമുക്ക് പെർമിറ്റ് അനുവദിക്കുന്നു. കോൺട്രാക്ട് ക്യാരേജ് പെർമിറ്റ് അനുവദിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇത് കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്കണം.
വളരെ പ്രധാനപ്പെട്ട 2 പോയിന്റാണ്. പരീക്ഷയ്ക്ക് വേണമെങ്കിൽ ചോദിക്കുവാൻ സാധ്യതയുള്ള 2 പോയിന്റാണ്. അപേക്ഷിക്കുന്നത് 73 പ്രകാരവും നൽകുന്നതോ 74 പ്രകാരവും. അടുത്ത പോയിന്റിലേക്ക് പോകുന്നു, നോക്കിക്കേ. കോൺട്രാക്ട് കാരേജ് പെർമിറ്റിന്റെ അപേക്ഷയ്ക്കൊപ്പം അപ്പൊ എന്തൊക്കെ ഡോക്യുമെന്റ്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം? ആപ്ലിക്കേഷനൊപ്പം, അതായത് ഒരു കോൺട്രാക്ട് കാരേജ് പെർമിറ്റിന്റെ അപേക്ഷയ്ക്കൊപ്പം നമ്മൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. വാഹനത്തിന്റെ ടൈപ്പ്, അതുപോലെ തന്നെ സീറ്റിംഗ് കപ്പാസിറ്റി, വാഹനം ഏത് തരത്തിൽപ്പെട്ടതാണെന്നും അതിന് പരമാവധി എത്രത്തോളം യാത്രക്കാരെ വഹിക്കുവാൻ ശേഷിയുണ്ട് എന്നുള്ളതും സീറ്റിംഗ് കപ്പാസിറ്റിയും നൽകണം. അതുപോലെ തന്നെ ഏത് പ്രദേശത്താണ് നമ്മൾക്ക് പെർമിറ്റ് വേണ്ടുന്നത്, ഏത് റൂട്ടിലൂടെയാണ് നമ്മളുടെ വാഹനം ഓടിക്കുന്നത്, പെർമിറ്റിന് ആവശ്യമായിട്ടുള്ള റൂട്ട് അല്ലെങ്കിൽ പ്രദേശം, അതുപോലെ തന്നെ എന്താണ് മറ്റു കാര്യങ്ങൾ. അപ്പോൾ ഈ പ്രധാനപ്പെട്ട ഈ 2 പോയിന്റുകൾ കൃത്യമായിട്ട് ഓർത്തു വച്ചേക്കണം. പെർമിറ്റിന്റെ അപേക്ഷയ്ക്കൊപ്പം, ഒരു കോൺട്രാക്ട് കാരേജ് പെർമിറ്റിന്റെ അപേക്ഷയ്ക്കൊപ്പം നമുക്ക് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ വാഹനത്തിന്റെ ടൈപ്പ് ഏതാണ്, സീറ്റിംഗ് കപ്പാസിറ്റി എത്രയാണെന്നുള്ളത്, ഏത് പ്രദേശത്ത് അല്ലെങ്കിൽ ഏത് റൂട്ടിലാണ് നമുക്ക് പെർമിറ്റ് ആവശ്യമുള്ളത് എന്ന്, പിന്നെ അതുമായിട്ട് വാഹനവുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ഡീറ്റെയിൽസ് ആണ്. അതുപോലെ തന്നെ കൃത്യമായിട്ട് ഹാജരാക്കണമെന്ന് പറയുന്നു. ഒരു കോൺട്രാക്ട് കാരേജ് പെർമിറ്റിനോടൊപ്പം റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റിക്ക് നിയമങ്ങൾക്ക് വിധേയമായി വ്യവസ്ഥകൾ കൂട്ടിച്ചേർക്കാവുന്നതാണ്. കണ്ടോ, നമുക്ക് പെർമിറ്റ് അനുവദിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് പെർമിറ്റ് അനുവദിച്ചിട്ടുള്ള ട്രാൻസ്പോർട്ട് അതോറിറ്റിക്ക് നിയമങ്ങൾക്ക് വിധേയമായി വിവിധങ്ങളായിട്ടുള്ള വ്യവസ്ഥകൾ പെർമിറ്റിനോടൊപ്പം കൂട്ടിച്ചേർക്കാമെന്ന് പറയുന്നു. എന്തൊക്കെ വ്യവസ്ഥകളാണെന്ന് നോക്കിക്കേ. വാഹനങ്ങൾ ഒരു നിർദ്ദിഷ്ട പ്രദേശത്തോ റൂട്ടിലോ മാത്രം ഉപയോഗിക്കുക. അപ്പൊ പെർമിറ്റ് അനുവദിച്ചു എന്നുള്ളത് കരുതി തോന്നിയ മാതിരി ഉപയോഗിക്കാൻ കഴിയില്ല. ഏത് പ്രദേശത്താണ്, ഏത് റൂട്ടിലാണ് പെർമിറ്റ് അനുവദിച്ചിട്ടുള്ളത്, ആ പ്രദേശത്തോ അല്ലെങ്കിൽ ആ റൂട്ടിലോ മാത്രമാണ് സർവീസ് നടത്തേണ്ടുന്നത്. വാഹനങ്ങൾ ഒരു നിർദ്ദിഷ്ട പ്രദേശത്തോ റൂട്ടിലോ മാത്രം സർവീസ് നടത്തുക. അടുത്ത നോക്കിക്കേ, വാഹനത്തിൽ കൊണ്ടുപോകുവാൻ കഴിയുന്ന പരമാവധി യാത്രക്കാരുടെ എണ്ണവും ലഗേജിന്റെ പരമാവധി ഭാരവും. അപ്പോൾ പെർമിറ്റില് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ആ വാഹനത്തിൽ കൊണ്ടുപോകുവാൻ കഴിയുന്ന പരമാവധി യാത്രക്കാരുടെ എണ്ണം എത്രയാണെന്ന് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു കോൺട്രാക്ട് കാരേജിൽ കൊണ്ടുപോകുവാൻ കഴിയുന്ന പരമാവധി യാത്രക്കാരുടെ എണ്ണം മെൻഷൻ ചെയ്തിരിക്കുന്നത്, പ്രതിപാദിച്ചിരിക്കുന്നത് എവിടെയാണ്? ആ വാഹനത്തിന്റെ പെർമിറ്റിലാണെന്ന് ഓർത്ത് വെച്ചോണം. അങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് കൂടി പഠിച്ചോണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ പെർമിറ്റിൽ, കോൺട്രാക്ട് കാരേജിന് അനുവദിക്കുന്ന പെർമിറ്റിൽ അതിൽ സഞ്ചരിക്കുവാൻ കഴിയുന്ന പരമാവധി യാത്രക്കാരുടെ എണ്ണം കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കും. അതുപോലെ തന്നെ അതിന് വഹിക്കുവാൻ കഴിയുന്ന ലഗേജിന്റെ പരമാവധി ഭാരവും രേഖപ്പെടുത്തിയിരിക്കും. കണ്ടോ, പരമാവധി യാത്രക്കാരുടെ എണ്ണം, പരമാവധി ഭാരം. അപ്പോൾ പെർമിറ്റിൽ കൃത്യമായിട്ട് പറയുന്നു ഒരു കോൺട്രാക്ട് കാരേജിൽ സഞ്ചരിക്കുവാൻ കഴിയുന്ന യാത്രക്കാരുടെ എണ്ണം, കോൺട്രാക്ട് കാരേജിന് വഹിച്ചു കൊണ്ടുപോകുവാൻ കഴിയുന്ന ലഗേജിന്റെ പരമാവധി ഭാരവും പറയുന്നു. അടുത്ത് നോക്കിയേ, പെർമിറ്റിൽ കൃത്യമായിട്ട് പറയുന്ന മറ്റൊരു സംഗതിയാണ് ചരക്ക് കൊണ്ടുപോകുന്നതിനുള്ള വ്യവസ്ഥകൾ. കോൺട്രാക്ട് കാരേജില് ചരക്കുകൾ കൊണ്ടുപോകുന്നതിനുള്ള വ്യവസ്ഥകളെ പറ്റി കൃത്യമായിട്ട് പറയുന്നു. അതുപോലെ തന്നെ പെർമിറ്റ് അനുവദിക്കുന്നത് ഒരു മോട്ടോർ ക്യാബിനാണെങ്കിൽ, മോട്ടോർ ക്യാബിനുള്ള പെർമിറ്റാണ് അനുവദിക്കുന്നതെങ്കിൽ കൃത്യമായിട്ടും നിരക്കുകളുടെ പട്ടിക ആ വാഹനത്തിൽ അല്ലെങ്കിൽ ആ മോട്ടോർ ക്യാബില് പ്രദർശിപ്പിച്ചിരിക്കണമെന്ന് പറയുന്നു. അതിന്റെ നിരക്ക് എത്രയാണ്, ചാർജ് എത്രയാണ് എന്നുള്ളത് കൃത്യമായിട്ട് മോട്ടോർ ക്യാബിൽ നൽകിയിരിക്കണമെന്ന് പറയുന്നു. പെർമിറ്റിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു മോട്ടോർ ക്യാബ് ആണെന്നുണ്ടെങ്കിൽ ഈ മോട്ടോർ ക്യാബിന്റെ പെർമിറ്റിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. എന്ത്? ഇതിന്റെ ചാർജ് എത്രയാണ് എന്നുള്ളത് വാഹനത്തിൽ പ്രദർശിപ്പിച്ചിരിക്കണം എന്നുള്ളത്. അടുത്ത പോയിന്റ് നോക്കിക്കേ, മോട്ടോർ ക്യാബുകളിൽ ലഗേജുകളുടെ സൗജന്യ ഭാരപരിധി കഴിഞ്ഞാൽ നിർദ്ദിഷ്ട വാടക നൽകണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളൊരു മോട്ടോർ ക്യാബ് വിളിക്കുന്നു, അതായത് കോൺട്രാക്ട് കാരേജ്, നമ്മളൊരു മോട്ടോർ ക്യാബ് വിളിക്കുന്നു, കാറ് വിളിക്കുന്നു, കാറില് നമ്മുടെ ലഗേജ് കയറ്റുന്നു. ഈ ലഗേജ് കയറ്റുന്നതിന് ഒരു മാക്സിമം ലിമിറ്റ് ഉണ്ട്, നിർദ്ദിഷ്ട പരിധിയുണ്ട്. ഈ പരിധി കഴിഞ്ഞാൽ
എന്തു ചെയ്യാൻ കഴിയും? ആ വാഹനത്തിന്റെ ഡ്രൈവർക്ക് അല്ലെങ്കിൽ വാഹനത്തിന്റെ ഉടമയ്ക്ക് നിങ്ങളിൽ നിന്നും അധിക ലഗേജിന്റെ ഭാരത്തിന് ചാർജ് ഈടാക്കുവാൻ സാധിക്കും. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഒരു വാഹനത്തിൽ കയറ്റുവാൻ കഴിയുന്ന, മോട്ടോർ ക്യാബിൽ കയറ്റുവാൻ കഴിയുന്ന ലഗേജിന്റെ പരമാവധി ഭാരത്തിന് മുകളിലാണ് നിങ്ങൾ കയറ്റുന്ന ലഗേജ് എന്നുണ്ടെങ്കിൽ അധികം ഭാരത്തിന് ചാർജ് ഈടാക്കുവാൻ സാധിക്കുന്നതായിരിക്കും. മോട്ടോർ ക്യാബുകളിൽ ടാക്സി മീറ്റർ ഘടിപ്പിക്കുകയും ശരിയായി പ്രവർത്തിപ്പിക്കുകയും വേണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. പ്രത്യേകിച്ചും പലപ്പോഴായിട്ട് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഡ്രൈവറുമായിട്ടൊക്കെ തർക്കമുണ്ടാകുവാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. നിങ്ങൾ എന്താ മീറ്റർ ഇട്ട് ഓടാഞ്ഞെന്ന് ചോദിക്കും. അപ്പൊ നോക്കി, മോട്ടോർ ക്യാബുകളിൽ ടാക്സി മീറ്റർ ഘടിപ്പിക്കുകയുണ്ടോ? ടാക്സി മീറ്റർ ഘടിപ്പിക്കുകയും ശരിയായി പ്രവർത്തിപ്പിക്കുകയും വേണം. അപ്പൊ നമ്മളുടെ കയ്യിൽ നിന്ന് അധിക ചാർജ് ഈടാക്കി ആ വാഹനത്തിന് ടാക്സി മീറ്റർ ഇല്ലായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കംപ്ലൈന്റ് ചെയ്യുവാൻ സാധിക്കുമെന്നർത്ഥം. അടുത്ത് നോക്കിയേ, പെർമിറ്റിലെ വ്യവസ്ഥകൾ മാറ്റുന്നത് റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ അംഗീകാരത്തോടു കൂടി മാത്രമായിരിക്കും. പെർമിറ്റിലെ വ്യവസ്ഥകൾ വല്ലതും മാറ്റണമെങ്കിൽ ആരാണ് അംഗീകാരം നൽകേണ്ടത്? അതാത് പ്രദേശത്തെ റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റി അംഗീകരിച്ചെങ്കിൽ മാത്രമേ പെർമിറ്റിലെ വ്യവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് വ്യവസ്ഥയാണ്. അടുത്ത പോയിന്റ് നോക്കാം. കഴിവതും വാഹനം ശുചിയായും വൃത്തിയായും സൂക്ഷിക്കേണ്ടതാണ്. ഇപ്പൊ ഒരു കോൺട്രാക്ട് കാരേജിന്റെ പെർമിറ്റിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് വാഹനം വൃത്തിയായും ശുചിയായിട്ടും സൂക്ഷിക്കേണ്ടുന്നതാണ് എന്നുള്ളത്. അടുത്ത നോക്കിയേ, അസാധാരണ സന്ദർഭങ്ങളിൽ ഒഴികെ വാഹനം ഓടിക്കുന്നതോ യാത്രക്കാരെ കയറ്റുന്നതോ നിരസിക്കുവാൻ പാടില്ല. അപ്പൊ നമ്മളൊരു വാഹനത്തെ വിളിക്കുന്നു, യാത്ര ചെയ്യാൻ, സവാരി ചെയ്യുവാൻ വേണ്ടിയിട്ട് ഒരു വാഹനത്തെ വിളിക്കുകയാണ്. ആ വാഹനത്തിന്റെ ഉടമ പറയുന്നു, അല്ലെ ഡ്രൈവർ പറയുകയാണ് വരാൻ സാധിക്കില്ല എന്നുള്ളത്. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അയാൾക്കെതിരെ നിയമപരമായിട്ട് പോകുവാൻ കഴിയും. എന്തുകൊണ്ടാണ് അങ്ങനെ പോകുവാൻ കഴിയുന്നത്? അയാൾക്ക് നൽകിയിട്ടുള്ള പെർമിറ്റിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അസാധാരണ സന്ദർഭങ്ങളിൽ ഒഴികെ വാഹനത്തിൽ കയറ്റുവാൻ കഴിയുന്ന സന്ദർഭങ്ങളിലെല്ലാം തന്നെ യാത്രക്കാരുമായിട്ട് യാത്ര ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ യാത്രക്കാരൻ വിളിച്ചാൽ സർവീസ് നടത്തണം എന്ന് പറയുന്നുണ്ട്. അസാധാരണ സന്ദർഭം, വാഹനത്തിൽ യാത്രക്കാരനെ കയറ്റുവാൻ കഴിയാത്ത സന്ദർഭമാണെങ്കിൽ മാത്രമേ കയറ്റാതെ ഇരിക്കാവൂ. അല്ലാതെ മറ്റെല്ലാ സന്ദർഭങ്ങളിലും എന്താണ്, യാത്രക്കാരൻ സവാരി ചെയ്യുവാൻ വിളിച്ചാൽ ഉടനെ തന്നെ അയാൾ പോകേണ്ടുന്നതാണ് എന്ന് പറയുന്നു. പെർമിറ്റില് കോൺട്രാക്ട് കാരേജിന്റെ പെർമിറ്റിനെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ഗുഡ്സ് കാരേജ് പെർമിറ്റിനെ പറ്റിയിട്ടാണ്. ചരക്ക് വാഹനങ്ങൾക്ക് നൽകേണ്ടുന്ന പെർമിറ്റിനെ പറ്റിയിട്ട്. ഏതൊക്കെ ചരക്കുകളാണ് ആ വാഹനത്തിൽ കൊണ്ടുപോകാൻ കഴിയുക, ഏതൊക്കെ പ്രദേശത്താണ് നിർദ്ദിഷ്ട ചരക്കുകളുമായിട്ട് ആ വാഹനത്തിന് സർവീസ് നടത്തുവാൻ കഴിയുക എന്ന് തുടങ്ങിയ വിവരങ്ങളാണ് ഗുഡ്സ് കാരേജിന് നൽകുന്ന പെർമിറ്റിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് നമുക്കത് നോക്കാം. വ്യാപാരത്തിനോ ബിസിനസ്സുമായി ബന്ധപ്പെട്ട സാധനങ്ങളോ കൊണ്ടുപോകുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ വാടകയ്ക്കോ പ്രതിഫലത്തിനോ സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് വേണ്ടിയോ ഒരു മോട്ടോർ വാഹനം ഉപയോഗിക്കുന്നതിനുള്ള അംഗീകാരത്തെ ഗുഡ്സ് കാരേജ് പെർമിറ്റ് എന്ന് പറയുന്നു. നിങ്ങളുടെ കയ്യിൽ ഒരു മോട്ടോർ വാഹനമുണ്ട്. ഈ മോട്ടോർ വാഹനത്തില് ചരക്കുകൾ കയറ്റുമതി ചെയ്യണം അല്ലെങ്കിൽ ചരക്കുകൾ കൊണ്ടുപോകണം. അത് നിങ്ങളുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടതാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കച്ചവടത്തിന് വേണ്ടിയിട്ടുള്ളതാകാം. അതുമല്ല എങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് തൻ്റെ ചരക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാകാം. അപ്പോൾ അങ്ങനെ ഒരു വാഹനം ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട്, ചരക്ക് കൈമാറ്റത്തിന് വേണ്ടിയിട്ട് ഒരു വാഹനം ഉപയോഗിക്കണമെങ്കിൽ ആ വാഹനത്തിന് നൽകപ്പെടുന്ന പെർമിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗുഡ്സ് കാരേജ് പെർമിറ്റ് എന്ന് പറയുന്നത്. ഒരു പ്രാവശ്യം കൂടെ ഒന്ന് നോക്കിക്കേ. വ്യാപാരത്തിനോ ബിസിനസ്സുമായി ബന്ധപ്പെട്ട സാധനങ്ങളോ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടോ, ഒന്നുമില്ലെങ്കിൽ കച്ചവട സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട്, അതുമല്ലെങ്കിൽ വാടകയ്ക്കോ പ്രതിഫലത്തിനോ സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് വേണ്ടിയോ. അപ്പോൾ ഒരു വ്യക്തിക്ക് തൻ്റെ സാധനങ്ങൾ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണം. അയാൾ അതിന് വാടക അല്ലെങ്കിൽ പ്രതിഫലം നൽകുവാൻ തയ്യാറാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒരു മോട്ടോർ വാഹനം ഉപയോഗിക്കുന്നതിനുള്ള അംഗീകാരത്തെയാണ് ഗുഡ്സ് കാരേജ് പെർമിറ്റ് എന്ന് പറയുന്നത്. ഇത്തരം സാഹചര്യങ്ങളിൽ ഒരു മോട്ടോർ വാഹനം ഉപയോഗിക്കണമെങ്കിൽ എന്തു വേണം? ഗുഡ്സ് കാരേജ് പെർമിറ്റ് വളരെ അത്യാവശ്യമാണ്. അടുത്ത പോയിന്റ് നോക്കിക്കേ. മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 77 ഗുഡ്സ് കാരേജിന്റെ പെർമിറ്റിനുള്ള അപേക്ഷയെ പറ്റി പറയുന്നു. പ്രത്യേകിച്ച് ഓർത്തു വെച്ചോണേ, ഒരു ഗുഡ്സ് കാരേജ് പെർമിറ്റിനുള്ള അപേക്ഷ സമർപ്പിക്കുന്നത് മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 77 അനുസരിച്ചാണ്. ഓർത്തു വെച്ചോണം,
ഗുഡ്സ് ക്യാരേജ് പെർമിറ്റിനുള്ള അപേക്ഷ സമർപ്പിക്കുന്നത് മോട്ടോർ വാഹന നിയമത്തിലെ MV ആക്ടിലെ സെക്ഷൻ 77 അനുസരിച്ചാണ്. അടുത്ത പോയിന്റ് നോക്കിക്കേ. മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 79 അനുസരിച്ച് ഒരു മോട്ടോർ വാഹനത്തിന് ഗുഡ്സ് പെർമിറ്റ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ 77 അനുസരിച്ച് അപേക്ഷ സമർപ്പിക്കുകയും മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 79 അനുസരിച്ച് ഗുഡ്സ് ക്യാരേജ് പെർമിറ്റ് അനുവദിക്കുകയും ചെയ്യുന്നു. അപേക്ഷ സമർപ്പിക്കുന്നത് MV ആക്ടിലെ സെക്ഷൻ 77 അനുസരിച്ചാണെങ്കിൽ അംഗീകാരം നൽകുന്നത് ഗുഡ്സ് ക്യാരേജിനുള്ള അംഗീകാരം നൽകുന്നത് ക്യാരേജ് പെർമിറ്റിനുള്ള അംഗീകാരം നൽകുന്നത് സെക്ഷൻ 79 അനുസരിച്ചായിരിക്കുമെന്ന് ഓർത്തു വെക്കണം. അടുത്ത പോയിന്റ് നോക്കിക്കേ. ഗുഡ്സ് ക്യാരേജ് പെർമിറ്റിന് അപേക്ഷിക്കുമ്പോൾ സമർപ്പിക്കേണ്ട രേഖകൾ. അപ്പൊ ഏത് റൂട്ടിലാണ് അല്ലെങ്കിൽ ഏത് പ്രദേശത്താണ് സർവീസ് നടത്തുവാൻ പോകുന്നത് എന്ന് കൃത്യമായിട്ട് നമ്മൾ അപേക്ഷയ്ക്കൊപ്പം പറഞ്ഞിരിക്കണം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഗുഡ്സ് വാഹനം ഏത് പ്രദേശത്ത് അല്ലെങ്കിൽ ഏത് റൂട്ടിലാണ് സർവീസ് നടത്തേണ്ടുന്നത് എന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കണം. അതുപോലെ തന്നെ വാഹനത്തിന്റെ തരവും ശേഷിയും, വാഹനം ഏത് ക്ലാസ്സിൽ പെടുന്ന വാഹനമാണ്, അതിന് എത്രത്തോളം ഭാരം വഹിക്കുവാൻ ശേഷിയുണ്ട് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. വലുതാണോ ചെറുതാണോ, 4 വീലുള്ളതാണോ 6 വീലുള്ളതാണോ, അതിനൊക്കെ എത്രത്തോളം ഭാരം വഹിക്കുവാൻ ശേഷിയുണ്ട് എന്നുള്ള കാര്യം കൃത്യമായിട്ട് അപേക്ഷയിൽ മെൻഷൻ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ഏത് റൂട്ടിലാണ്, ഏത് പ്രദേശത്താണ് വാഹനവുമായി സർവീസ് നടത്തുവാൻ പോകുന്നത് എന്നുള്ളത്. അടുത്ത പോയിന്റ് നോക്കിക്കേ. കൊണ്ടുപോകേണ്ടുന്ന ചരക്കിന്റെ സ്വഭാവം. അപ്പോൾ ഈ ഗുഡ്സ് ക്യാരേജിൽ എന്ത് തരത്തിലുള്ള ചരക്കാണ് കൈമാറ്റം ചെയ്യേണ്ടുന്നത് എന്നുള്ളത്, അതിന് ഓരോരോ ക്ലാസിഫിക്കേഷനുകളുണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അവിടെ മെൻഷൻ ചെയ്തിരിക്കണം. സ്പെഷ്യൽ നേച്ചറുള്ള ചരക്കുകളാണോ, പ്രത്യേക സ്വഭാവമുള്ള ചരക്കുകളാണോ കൊണ്ടുപോകുന്നത്, മനുഷ്യന്റെ ജീവനെ അപകടകരമായിട്ടുള്ള ചരക്കുകളാണോ കൊണ്ടുപോകേണ്ടുന്നത്, മനുഷ്യന്റെ ജീവന് ആപത്തുണ്ടാക്കുവാൻ ശേഷിയുള്ള ചരക്കുകളാണോ കൊണ്ടുപോകേണ്ടുന്നത്, സാധാരണ ചരക്കുകളാണോ കൊണ്ടുപോകേണ്ടുന്നത്, പച്ചക്കറികളാണോ പഴങ്ങളാണോ കൊണ്ടുപോകേണ്ടത് തുടങ്ങി ചരക്കിന്റെ സ്വഭാവം എന്താണ് എന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കണം. വാടക അല്ലെങ്കിൽ പ്രതിഫലം സംബന്ധിച്ച വിവരങ്ങൾ. അപ്പൊ പെർമിറ്റിന്റെ അപേക്ഷയ്ക്കൊപ്പം എത്രത്തോളം വാടക ഈടാക്കുവാൻ സാധിക്കും അല്ലെങ്കിൽ പ്രതിഫലം എത്രയാ ഈടാക്കുവാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. അടുത്ത പോയിന്റ് നോക്കിക്കേ. ചരക്ക് സൂക്ഷിക്കുന്നതിനും വാഹനം സൂക്ഷിക്കുന്നതിനും അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനുള്ള ക്രമീകരണങ്ങൾ. അപ്പോൾ ചരക്ക് സൂക്ഷിക്കുന്നത് എങ്ങനെയാണ്, ഈ വാഹനം എങ്ങനെയാണ് സൂക്ഷിക്കുന്നത്, എന്തൊക്കെ അറ്റകുറ്റപ്പണികൾ എപ്പോഴൊക്കെ നടത്തുവാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങൾ, എവിടെ വെച്ച് നടത്തുവാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പെർമിറ്റിൽ അല്ലെങ്കിൽ പെർമിറ്റിന്റെ അപേക്ഷയ്ക്കൊപ്പം രേഖപ്പെടുത്തണം എന്നുള്ളത് പറയുന്നു. റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ വ്യവസ്ഥയെ ബാധിക്കുന്ന മറ്റു ക്രമീകരണങ്ങളും കരാറുകളും. RTA റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റി എന്തൊക്കെ ക്രമീകരണങ്ങൾ കരാറുകൾ പറയുന്നുണ്ട് അതിനെ പറ്റിയിട്ടും അപേക്ഷയ്ക്കൊപ്പം സമർപ്പിക്കേണ്ടതാണ്. അടുത്തത് നോക്കിക്കേ. ഗുഡ്സ് ക്യാരേജ് പെർമിറ്റ് അപേക്ഷ പരിഗണിക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ. അപേക്ഷ പരിഗണിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. മനുഷ്യജീവന് ഭീഷണി അല്ലെങ്കിൽ അപായം ഉണ്ടാക്കും എന്നുള്ള പ്രത്യേക സൂചന നൽകിക്കൊണ്ടു പോകുന്ന ചരക്കുകളുടെ സ്വഭാവം. ഇത് നോക്കിക്കോണേ, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. അപ്പോൾ ഗുഡ്സ് ക്യാരേജ് പെർമിറ്റിനുള്ള അപേക്ഷ നമ്മൾ സമർപ്പിക്കുന്നു. നമ്മുടെ അപേക്ഷ പരിഗണിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത് എന്നുള്ളതാണ്. മനുഷ്യജീവന് ഭീഷണി അല്ലെങ്കിൽ അപായം ഉണ്ടാക്കും എന്നുള്ള പ്രത്യേക സൂചന നൽകിക്കൊണ്ട് പോകുന്ന ചരക്കുകളുടെ സ്വഭാവം. അപ്പൊ നമ്മുടെ വാഹനത്തിൽ കൊണ്ടുപോകുന്ന ചരക്കിന്റെ സ്വഭാവം എന്നുള്ളത് മനുഷ്യന്റെ ജീവന് ഭീഷണിയാണ് എന്നുള്ള സാധനം പരിഗണിക്കും. അതുപോലെ തന്നെ മനുഷ്യന്റെ സുരക്ഷയെക്കുറിച്ച് പ്രത്യേക സൂചനയോടുകൂടി കൊണ്ടുപോകുന്ന രാസവസ്തുക്കളുടെ സ്ഫോടക വസ്തുക്കളുടെ സ്വഭാവം. രാസവസ്തുക്കളുടെ അല്ലെങ്കിൽ സ്ഫോടക വസ്തുക്കളുടെ നമ്മുടെ ചരക്ക് വാഹനത്തിൽ കൊണ്ടുപോകേണ്ടുന്നത് മനുഷ്യജീവന് ഭീഷണിയായിക്കൊണ്ടുള്ള രാസവസ്തുക്കളോ സ്ഫോടക വസ്തുക്കളോ ആണെങ്കിൽ അത്തരം വാഹനങ്ങൾക്ക് പെർമിറ്റ് നൽകുന്നതിന് മുമ്പായിട്ട് അതിനെപ്പറ്റി ആലോചിക്കാറുണ്ട്. അടുത്ത പോയിന്റ് എന്താന്ന് നോക്കാം. ഒരു റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റിക്ക് ഗുഡ്സ് ക്യാരേജ് പെർമിറ്റിനോടൊപ്പം വിവിധ വ്യവസ്ഥകൾ നിയമപരമായി കൂട്ടിച്ചേർക്കാവുന്നതാണ്.
അപ്പോൾ ഗുഡ്സ് ക്യാരേജ് പെർമിറ്റ് നൽകുന്നതിനോടൊപ്പം തന്നെ വിവിധ വ്യവസ്ഥകൾ ആ പെർമിറ്റിന്റെ കൂടെ തന്നെ കൂട്ടിച്ചേർക്കാം. നിങ്ങളുടെ വാഹനത്തിന് ഗുഡ്സ് ക്യാരേജ് പെർമിറ്റ് നൽകുന്നു. ഈ പെർമിറ്റ് നൽകുന്നതിനോടൊപ്പം തന്നെ ആ പ്രദേശത്തെ റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റിക്ക്, പെർമിറ്റ് ഇഷ്യൂ ചെയ്യുന്ന റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റിക്ക് നിയമപരമായി ചില വ്യവസ്ഥകൾ കൂട്ടിച്ചേർക്കാമെന്ന് പറയുന്നു. എന്തൊക്കെ വ്യവസ്ഥകളാണെന്ന് നോക്കിക്കേ. വാഹനം ഒരു നിശ്ചിത പ്രദേശത്ത് അല്ലെങ്കിൽ റൂട്ടിൽ മാത്രമേ സർവീസ് നടത്തുവാൻ പാടുള്ളൂ. അപ്പോൾ വാഹനം സർവീസ് നടത്തുന്ന സമയത്ത് ഒരു നിശ്ചിത പ്രദേശത്തായിരിക്കണം അല്ലെങ്കിൽ ഒരു നിശ്ചിത റൂട്ടിലായിരിക്കണം. പെർമിറ്റിൽ പറഞ്ഞിരിക്കുന്ന പ്രദേശം അല്ലെങ്കിൽ റൂട്ടിൽ മാത്രമേ സർവീസ് നടത്തുവാൻ പാടുള്ളൂ എന്നർത്ഥം. അടുത്തത് എന്താ നോക്കിയേ. വാഹനത്തിൽ കയറ്റുന്ന ചരക്കുൾപ്പെടെയുള്ള ആകെ വാഹനത്തിന്റെ ഭാരം അനുവദനീയമായ പരിധിയിൽ കവിയുവാൻ പാടില്ല. അപ്പോൾ ഗുഡ്സ് ക്യാരേജ് പെർമിറ്റ് ഉള്ള ഒരു ചരക്ക് വാഹനത്തിൽ അല്ലെങ്കിൽ ഒരു ചരക്ക് വാഹനത്തിൽ കയറ്റുവാൻ കഴിയുന്ന ലോഡിന്റെ ആകെ ഭാരം എന്ന് പറയുന്നത് വാഹനത്തിൽ കയറ്റുവാൻ കഴിയുന്ന, നിയമപരമായി കയറ്റുവാൻ അല്ലെങ്കിൽ കൊണ്ടുപോകുവാൻ കഴിയുന്ന ഭാരത്തിനുള്ളിലായിരിക്കണം എന്ന് പറയുന്നു. അതായത് വാഹനത്തിന്റെ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റിനുള്ളിലെ വാഹനത്തിൽ ഭാരം കയറ്റാവൂ എന്നർത്ഥം. ഒരു വാഹനത്തിൽ കയറ്റുവാൻ കഴിയുന്ന ലോഡിന്റെ പരമാവധി ഭാരം എന്ന് പറയുന്നത് വാഹനത്തിന്റെ ആകെ ഭാരത്തിനുള്ളിലായിരിക്കണം. എന്താണ് ആകെ ഭാരം എന്ന് വെച്ചാൽ ലോഡിന്റെ ഭാരവും വാഹനത്തിന്റെ ഭാരവും തമ്മിലുള്ള ആകെ തുകയാണ് ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് അല്ലെങ്കിൽ മൊത്തം വാഹന ഭാരം എന്ന് പറയുന്നത്. അപ്പോൾ വാഹനത്തിൽ നമുക്ക് എത്രത്തോളം ലോഡ് കയറ്റാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ എത്രയാണോ GVW അഥവാ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് അല്ലെങ്കിൽ മൊത്ത വാഹന ഭാരമായിട്ട് പറയുന്നത്, അതിനുള്ളിലുള്ള ഭാരം മാത്രമേ ലോഡായിട്ട് കയറ്റാവൂ. ഉദാഹരണത്തിന് ഒരു വാഹനത്തിന്റെ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എന്ന് പറയുന്നത് 12,000 കിലോഗ്രാം ആണെന്നിരിക്കട്ടെ. 12,000 കിലോഗ്രാം എന്ന് പറയുമ്പോൾ 12 ടൺ. 12,000 കിലോഗ്രാം ആണെന്നിരിക്കട്ടെ. വാഹനത്തില് 5,000 കിലോഗ്രാം ഭാരം വാഹനത്തിലുണ്ട് എങ്കിൽ പിന്നെ കയറ്റുവാൻ കഴിയുന്ന ഭാരം എന്ന് പറയുന്നത് 7,000 കിലോഗ്രാം മാത്രമായിരിക്കും. അപ്പോൾ ലോഡിന്റെ ഭാരവും വാഹനത്തിന്റെ ഭാരവും ചേരുമ്പോൾ ആകെ ഭാരം കിട്ടും, മൊത്ത വാഹന ഭാരം കിട്ടും. നമ്മൾക്ക് കയറ്റുവാൻ കഴിയുന്ന ലോഡ് എന്ന് പറയുന്നത് ആകെ വാഹന ഭാരത്തിനുള്ളിലായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? വാഹനത്തിൽ കയറ്റുന്ന ചരക്കുൾപ്പെടെയുള്ള ആകെ വാഹനത്തിന്റെ ഭാരം, അതായത് മൊത്ത വാഹന ഭാരം, ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് അനുവദനീയമായ പരിധിയിൽ കവിയുവാൻ പാടില്ല. നിയമത്തിനനുസരിച്ച് എത്രയാണോ പറയുന്നത് അതിനുള്ളിൽ മാത്രമേ വാഹനത്തിൽ ലോഡ് കയറ്റാവൂ എന്ന് സാരം. മനസ്സിലാവുന്നുണ്ടോ? അടുത്ത പോയിന്റിലേക്ക് പോകാം. പ്രത്യേക സ്വഭാവമുള്ള ചരക്കുകൾ വാഹനത്തിൽ കൊണ്ടുപോകരുത്. അതായത് സ്പെഷ്യൽ നേച്ചർ, ഗുഡ്സ് ഇൻ സ്പെഷ്യൽ നേച്ചർ, പ്രത്യേക സ്വഭാവമുള്ള ചരക്കുകൾ വാഹനത്തിൽ കൊണ്ടുപോകരുത്. എല്ലാ ചരക്ക് വാഹനങ്ങളിലും എല്ലാ തരത്തിലുമുള്ള ചരക്കുകൾ കൊണ്ടുപോകുവാൻ കഴിയില്ല. ചില പ്രത്യേക സ്വഭാവമുള്ള ചരക്കുകൾ അതിനു വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ള വാഹനങ്ങളിൽ മാത്രമേ കൊണ്ടുപോകുവാൻ സാധിക്കൂ. അപ്പോൾ പറയുന്നത് എന്താണ്? പ്രത്യേക സ്വഭാവമുള്ള ചരക്കുകൾ വാഹനത്തിൽ കൊണ്ടുപോകരുത്. ചരക്കുകൾ കൊണ്ടുപോകുമ്പോൾ നിശ്ചിത നിരക്കിന് മുകളിൽ ഈടാക്കുവാൻ പാടില്ല. നമുക്കറിയാം, ചരക്ക് വഹിച്ചു കൊണ്ടുപോകുന്നതിന് കൃത്യമായിട്ടൊരു തുക പെർമിറ്റിന്റെ അപേക്ഷയ്ക്കൊപ്പം നമ്മൾ സമർപ്പിക്കുന്നുണ്ട്. നിശ്ചിത ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള നിരക്കിന് മുകളിലാണെങ്കിൽ, നിശ്ചിത തുകയ്ക്ക് മുകളിലാണെന്നുണ്ടെങ്കിൽ ആ തുകയ്ക്ക് മുകളിൽ നമുക്ക് ഈടാക്കുവാൻ സാധിക്കില്ല. പെർമിറ്റ് ഉടമയുടെ ആനുകാലിക റിട്ടേണുകൾ, സ്ഥിതിവിവര കണക്കുകൾ, ഗവൺമെന്റ് കാലാകാലങ്ങളിൽ നിർദ്ദേശിക്കുന്ന മറ്റ് വിവരങ്ങൾ എന്നിവ റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റിക്ക് കൈമാറണം. ഇത് നോക്കിയേ, പെർമിറ്റ് ഉടമയുടെ ആനുകാലിക റിട്ടേണുകൾ. ആർക്കാണോ പെർമിറ്റ് ഉള്ളത് ആ പെർമിറ്റ് ഉടമയുടെ ആനുകാലിക റിട്ടേൺ എന്താണ്? ആനുകാലിക സാമ്പത്തിക റിട്ടേണുകൾ. അതുപോലെ തന്നെ സ്ഥിതി വിവര കണക്കുകൾ, ഗവൺമെന്റ് കാലാകാലങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നിർദ്ദേശിക്കുന്നത്, എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് സബ്മിറ്റ് ചെയ്യാൻ പറയുന്നത്, അത് ഇത്രയും റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റിക്ക് കൈമാറണം എന്ന് പറയുന്നു. അടുത്ത പോയിന്റ് നോക്കാം. പെർമിറ്റിൽ മാറ്റം വരുത്തുന്നതും പുതിയ വിവരങ്ങൾ കൂട്ടിച്ചേർക്കുന്നതും റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റിക്ക് 1 മാസ കാലയളവിൽ കുറയാത്ത നോട്ടീസ് നൽകി മാത്രമായിരിക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഒരു ഗുഡ്സ് വാഹനത്തിന്റെ പെർമിറ്റിൽ മാറ്റം വരുത്തുവാനായിട്ടുള്ള നോട്ടീസ് കാലയളവ് എത്രയാണ്?
1 മാസമാണ്. ഓർത്ത് വെച്ചോണേ, ഒരു ഗുഡ്സ് വാഹനത്തിന്റെ പെർമിറ്റിൽ മാറ്റം വരുത്തുവാനുള്ള കാലയളവ് എന്ന് പറയുന്നത്, നോട്ടീസ് കാലയളവ് എന്ന് പറയുന്നത് 1 മാസമായിരിക്കും. അടുത്ത പോയിന്റ് നോക്കാം. റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ അംഗീകാരമില്ലാതെ പെർമിറ്റിലെ വ്യവസ്ഥകൾ യാതൊരു കാരണവശാലും മാറ്റുവാൻ പാടില്ല. അപ്പോൾ പെർമിറ്റിലെ വ്യവസ്ഥകൾ മാറ്റണമെങ്കിൽ ആരാണ് അതിനുള്ള അംഗീകാരം നൽകേണ്ടുന്നത്? റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റി ആയിരിക്കും എന്നുള്ളതാണ്. അടുത്ത പോയിന്റ് നോക്കാം. അപ്പോ ഒരു പബ്ലിക് സർവീസ് വാഹനം എന്നാൽ എന്താണ് ഒരു കോൺട്രാക്ട് ക്യാരേജ്, മാക്സി ക്യാബ്, മോട്ടോർ ക്യാബ്, സ്റ്റേജ് ക്യാരേജ്, പെർമിറ്റുകൾ എന്നാൽ ടെമ്പററി പെർമിറ്റ് എന്നാൽ തുടങ്ങി വാഹനവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഡ്രൈവേഴ്സ് ബാഡ്ജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അടിസ്ഥാന കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറഞ്ഞത്. ക്ലാസ്സുകൾ അവസാനിക്കുന്നില്ല. തുടർന്നുള്ള വീഡിയോകളിൽ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നതായിരിക്കും. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നോട്ട്സുകൾ വേണമെങ്കിൽ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഷോർട്ട് നോട്ട്സ് എപ്പോഴും നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കുന്നതായിരിക്കും. നന്നായിട്ട് പഠിക്കുക. ഏവർക്കും വിജയാശംസകൾ.